വടക്കാഞ്ചേരിയിൽ വഴിയരികിൽ കിടന്ന ആളുടെ ശരീരത്തിലേക്ക് മദ്യലഹരിയിൽ തിളച്ച വെള്ളമൊഴിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. മാസങ്ങൾ നീണ്ട രഹസ്യാന്വേഷണത്തിനൊടുവിലാണ് പ്രതിയായ തൃശൂർ തെക്കുംകര സ്വദേശി രാജൻ പിടിയിലായത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, അങ്ങേയറ്റം ക്രൂരത, കടുത്ത ക്രൂരത എന്ന് പറയാവുന്ന കാര്യമാണല്ലോ. ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ ദേഹത്തേക്ക് തിളച്ച വെള്ളം ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് മദ്യലഹരിയിലാണെങ്കിലും അത് അങ്ങേയറ്റം വലിയ തോതിലുള്ള ശിക്ഷ ലഭിക്കേണ്ടുന്ന ഒരു കുറ്റകൃത്യമാണ്. നമ്മുടെ വാർത്തയ്ക്ക് ശേഷം വലിയ തോതിൽ അന്വേഷണം നടത്തിയിട്ടാണ് പോലീസ് അയാളെ പിടികൂടിയത്, അല്ലേ? സനീഷ്, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ തിരുവോണ നാളിലാണ് ഈ സംഭവം. വടക്കാഞ്ചേരി തെക്കുംകര സ്വദേശിയായിട്ടുള്ള PV ശശി എന്ന് പറയുന്ന വയോധികൻ, 62 വയസ്സുകാരനാണ്. അതോടൊപ്പം തന്നെ ഹൃദ്രോഗിയും വൃക്കസംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ തേടുന്ന ആളുമാണ്. ഇദ്ദേഹം അല്പം മദ്യപിക്കുമായിരുന്നു, പക്ഷേ നാട്ടുകാർക്ക് ആർക്കും ശല്യമില്ല, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ആളായിരുന്നു എന്ന് പോലീസും നാട്ടുകാരും ഒരുപോലെ പറഞ്ഞു. ഇദ്ദേഹം ഈ വീട്ടിലേക്കുള്ള വഴിയിൽ, ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തന്നെ പോകുന്ന വഴിയിലാണ് ഇങ്ങനെ അവശ നിലയിൽ കിടന്നുപോയത്. ആ സമയത്ത് ആ വീടിന് തോട് ചേർന്ന ഇദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ രാജനാണ് ഇത്തരത്തിൽ തിളച്ച വെള്ളം തിളപ്പിച്ച് ശരീരത്താകമാനം ഒഴിക്കുന്നതും മറ്റും. ഗുരുതരമായി പൊള്ളലേറ്റ ഈ ശശിയുടെ അവസ്ഥ 2 മാസത്തോളം ബേണിംഗ് ICUവിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ടി വന്നു. തൊലി ശരീരത്തിൽ നിന്നും അടർന്നു മാറുന്ന നിലയിലുള്ള പൊള്ളൽ, എത്ര ഗുരുതരമായ പൊള്ളലാണ് ഏറ്റത്. അന്ന് തന്നെ പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുകയും പ്രാഥമികമായി വീട്ടുകാർ പരാതി നൽകുകയും ഒക്കെ ചെയ്തെങ്കിലും മറ്റൊരു തെളിവോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പോലീസിന് മുന്നോട്ട് പോകാനായില്ല. വീണ്ടും ന്യൂസ് മലയാളം ഇത് വാർത്തയായി ചെയ്തതിന് പിന്നാലെ പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം 6 മാസത്തിന് ഇടയിൽ അന്വേഷണം നടത്തുകയുമായിരുന്നു. പല ഘട്ടങ്ങളിലായി സംശയിക്കപ്പെട്ടിരുന്ന ആളാണ് ഈ രാജൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ അറസ്റ്റിലായ ഈ ശശിയുടെ സുഹൃത്ത്. ഇദ്ദേഹത്തെ പലതവണ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തെങ്കിലും അന്നൊന്നും കുറ്റസമ്മതം നടത്തുകയുണ്ടായില്ല. പിന്നീട് 6 മാസത്തോളം നിരന്തരമായി ഇയാൾ പോകുന്ന വഴിയിലും ഇയാൾ ഇടപെടുന്ന ആളുകളുമൊക്കെയായി പോലീസ് അന്വേഷണം നടത്തി. അതിനിടയിൽ കഴിഞ്ഞ ദിവസം മദ്യലഹരിയിലായ പ്രതി ഇത്തരത്തിൽ സംഭവിച്ചതിനെ സംബന്ധിച്ച് കുറ്റസമ്മതം നടത്തുകയായിരുന്നു. ഉടനടി തന്നെ പോലീസ് ഈ കേസിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഇയാളെ റിമാൻഡിലും ചെയ്തിട്ടുണ്ട്. ഏതായാലും 6 മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സംഭവത്തിൽ പ്രതി അറസ്റ്റിലാകുന്നതും മറ്റും. സനീഷ്, വളരെ വളരെ നന്നായി അത് ലെവിൻ ആ വാർത്ത കൊടുത്തതും അതിന് പിന്നാലെ കൂടിയതും. നിശ്ചയമായിട്ടും പിടികൂടുകയും നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്യേണ്ടുന്ന വലിയ ഗൗരവതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ഒരാൾക്ക് നേരെ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചതല്ലേ എന്ന് കണ്ട് ഒഴിവാക്കുകയും ചെയ്തില്ല പോലീസ് അത് വളരെ ഗൗരവത്തോടുകൂടി 6 മാസത്തോളം അതിന് പിന്നാലെ പോയി രഹസ്യമായിട്ട് അന്വേഷിച്ചിട്ട് ഒടുവിൽ ഇയാൾ തന്നെ കുറ്റസമ്മതം നടത്തിയപ്പോഴാണ് അയാളെ പിടിയിലായത്.